സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയെ പറ്റി ചർച്ച ചെയ്തതാണ്, ഒരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്തതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്സിക് എന്ന് പറയുന്ന നമ്മുടെ ഗീതു മോഹൻദാസ് ഒക്കെയുള്ള ഒരു സിനിമയുടെ റിലീസിനെ പറ്റിയും അല്ലെങ്കിൽ അതിന്റെ ട്രെയിലറിനെ പറ്റിയൊക്കെയുള്ള സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. ആ കാര്യത്തെപ്പറ്റി തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ചോദിച്ചത്, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആഭാസൻ, സ്ത്രീകൾക്ക് ഒരു വിലയും കൊടുക്കാത്ത, സ്ത്രീകളുടെ മാനത്തിന് ഒരു വിലയും കൊടുക്കാത്ത, ഒരു പവിത്രതയും കൽപ്പിക്കാത്ത, അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരാളിനെ ഒരു സെക്സ് ടൂളായിട്ട് മാത്രം കാണുന്ന ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആഭാസനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ ചർച്ച ചെയ്തതല്ല, ആ ഒരു രീതിയിലാണ് പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഫെമിനിച്ചിയും പിന്നെ റിമ കല്ലിങ്ങലും ഗീതു മോഹൻദാസും എല്ലാവരും കൂടി ഒരു വേദി പങ്കിട്ടുകൊണ്ട് സംസാരിച്ചത്. എന്താണ് അവർ സംസാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകളെ മലയാള സിനിമകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു, അല്ലെ ചെയ്യുന്നു. സ്ത്രീകളെ ഒരു സെക്സ് ടൂളാക്കിയിട്ടും ആണുങ്ങളുടെ വിനോദ ആഭാസത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ് കഥാപാത്രങ്ങളായിട്ട് ഇവരെ കൽപ്പിക്കുന്നതെന്നും അതിനു വേണ്ടിയിട്ടാണ് സ്ത്രീകളെ ഒരു കഥാപാത്രമായിട്ട് എടുക്കുന്നതെന്നും ഒക്കെയാണ് പാർവതി തിരുവോത്തും റിമ കല്ലിങ്കലും ഗീതു മോഹൻദാസും എല്ലാം ഒരുമിച്ചിരുന്ന് കൈയടിച്ച് പാസ്സാക്കിയ ആ ഒരു വാർത്താ വിമർശനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിൽ പറയുന്നത്. മമ്മൂട്ടി കസബ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കി അറിയാൻ പറ്റും. കസബ എന്ന് പറയുന്ന സീനിൽ ഒരു സിഗരറ്റ് വലിച്ചിട്ട് ആ സിഗരറ്റ് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൊടുക്കുകയും അത് കയ്യിൽ കൊടുക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥ എതിർത്തുകൊണ്ട് പറയുന്നുണ്ട്, വാട്ട് ദി ഫക്ക്, അല്ലെങ്കിൽ ഫക്ക് യു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ മമ്മൂക്ക തിരിച്ചു പറയുന്നത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരിയുടെ ബെൽറ്റിൽ പിടിച്ചുകൊണ്ട് അടുത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് കുറച്ച് ഡയലോഗ് മമ്മൂക്ക പറയുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഇതൊക്കെയായിരുന്നു വിവാദപരമായിട്ടുള്ള ഒരു വലിയൊരു മാറ്റത്തിന് കാഴ്ചവെച്ചതും. 2016 സമാന സംഭവം ഉണ്ടാവുന്നത്. പടം ഇറങ്ങിയിട്ട് അന്ന് തന്നെ റിമ കല്ലിങ്കലും അതേപോലെ തന്നെ ഗീതു മോഹൻദാസും എല്ലാം കൂടി വട്ടമേശ സമ്മേളനം കൂടി WCC എന്ന് പറയുന്ന ഒരു ഈ പറയുന്ന ഫെമിനാസി വാട്സപ്പ് ഗ്രൂപ്പ് പോലെ, ഫെമിനാസി ഗ്രൂപ്പായിട്ടുള്ള വിമൻസിന് വേണ്ടിയിട്ട് സ്ഥിതി ചെയ്യുന്ന WCC എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അത് മാധ്യമങ്ങൾക്കൊരു പ്രസ്താവന കൊടുക്കുകയും ആ പ്രസ്താവനയിൽ മമ്മൂട്ടിയെ പറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിലും മമ്മൂട്ടി ഇങ്ങനെ വൃത്തികേടുകൾ ചെയ്യുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ വരച്ച് കാണിക്കുന്ന തരത്തിൽ പല പ്രസ്താവനകളുമായിട്ട് ഇവർ രംഗത്തേക്ക് വന്നു. അതൊക്കെ വലിയ രീതിയിൽ ഒരു വിമർശനാത്മകമായ രീതിയിലേക്ക് പോയതാണ്. ആ ഒരു കസബ എന്ന് പറയുന്ന സിനിമ ആരും കാണാൻ പാടില്ല, അതിൽ സ്ത്രീ വിരുദ്ധതയാണുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം പ്രതികരിച്ചത്. എന്നാൽ 2016 ശേഷം 2026 വന്നപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായത്? അന്ന് തുണിയെല്ലാം ഇട്ടുകൊണ്ട് നല്ലൊരു കുലസ്ത്രീയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന, അല്ലെ നല്ലൊരു സ്ത്രീയായിട്ട്, ഒരു നാടൻ പെൺകുട്ടിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഗീതു മോഹൻദാസ് ഇന്ന് തുണിയും മണിയും ഇല്ലാത്ത ഒരു ഒരു വൃത്തികെട്ട ഒരു നടിയായിട്ട് മാറിയിരിക്കുന്നു. നമുക്കറിയാം, മലയാള സിനിമയിൽ മമ്മൂക്കയോടൊപ്പം നല്ലൊരു വേഷം പങ്കുവച്ചിട്ടുള്ള ഒരാളാണ് ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന എഴുത്തുകാരിയും നടിയും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു സാധനം. എന്നിട്ട് നേരെ അന്യഭാഷയിലേക്ക് അങ്ങോട്ട് ചേക്കേറി പോയപ്പോൾ പതിയെ പതിയെ ഇടുന്ന തുണിയുടെ വലിപ്പം കുറഞ്ഞു. എടാ, ആ സിനിമയിൽ 5 നായികമാരാണ് ഈ ഏഷ്യനുള്ളത്. ടോക്സിക് എന്ന് പറയുന്ന സിനിമയിൽ ആ നായികമാരിൽ മുഴുവനും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൽ ഗീതു മോഹൻദാസും പങ്കാളിയാവുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഇരുന്ന് വലിയ രീതിയിൽ സ്ത്രീ വിരുദ്ധതയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകിയ ഗീതു മോഹൻദാസാണ് അവിടെ പോയിട്ട് ഈ പരിപാടി കാണിച്ചിരിക്കുന്നത്. ഇതായിരിക്കും സ്ത്രീ സ്വാതന്ത്ര്യം, ഇതായിരിക്കും സ്ത്രീകൾക്ക് കിട്ടേണ്ട ഒരു പിന്തുണ, അല്ലേ? മമ്മൂക്ക ആ ഒരു കസബ എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു സീൻ ചെയ്തപ്പോൾ എന്തൊരു വിമർശനങ്ങളാണ്! സിനിമയായിട്ട് പോലും കാണാൻ കഴിവില്ലാത്ത വെറും കിഴങ്ങുകളാണോ സിനിമാ നടികളായിട്ടും സിനിമാ നടന്മാരുമായിട്ടൊക്കെ ഇരിക്കുന്നത്? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സിനിമ എന്താണെന്നും അത് ഏത് രീതിയിൽ കൂടി ഏതൊക്കെ തലങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നുവെന്നും അത് കാണുന്ന ആളുകൾക്ക് ഏതൊക്കെ രീതിയിൽ ആനന്ദകരമാക്കുന്ന രീതിയിലും അവരെ ഏതൊക്കെ രീതിയിൽ ത്രസിപ്പിക്കാമെന്നും ഒക്കെ ഉള്ളതിൻ്റെ രീതിയിൽ കൂടിയാണ് പല ആളുകൾ, ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ, സിനിമ കാണുന്നത്. ആ സിനിമ കാണുമ്പോൾ അതിലെ കഥാപാത്രം എന്താണ് ചെയ്തു വെക്കുന്നതെന്ന് നോക്കുന്നുണ്ടെങ്കിലും അതിലെ കഥാപാത്രം ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ചികഞ്ഞ് നോക്കാനായിട്ട് ഞങ്ങളാരും പോകാറില്ല. അതിപ്പോൾ പാർവതി തിരുവോത്ത് ചെയ്തിട്ടുള്ള സിനിമയാണെങ്കിലും റിമ കല്ലിങ്കൽ ചെയ്തിട്ടുള്ള സിനിമയാണെങ്കിലും ഇനി ഗീതു മോഹൻദാസ് ചെയ്തിട്ടുള്ള സിനിമയാണെങ്കിലും ആ സിനിമയിൽ എന്താണോ ആ സിനിമയിൽ ഉടനീളം പോകുന്നത്, ആ കഥയായിട്ട് തന്നെ കാണുന്നു. സിനിമ കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ വിമർശിക്കുന്നു, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നു. പക്ഷേ നമ്മൾ അതിലെ കഥാപാത്രങ്ങളെ അവരുടെ പേഴ്സണൽ ലൈഫുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിക്കാറില്ല. സിനിമയിൽ കാണുന്നവരെല്ലാം സിനിമ എന്ന് പറയുന്ന ഒരു മിനി സ്ക്രീനിൽ അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ ആ ഒരു ക്യാമറയുടെ മുൻപിൽ അവർ അഭിനയിക്കുന്നതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലും ഇല്ലാത്ത, ലെവലേശം ആ ഒരു ബോധം പോലും ഇല്ലാത്ത ആളുകളാണോ സിനിമയിൽ അഭിനയിക്കാനും സിനിമ സംവിധാനം ചെയ്യാനും സിനിമയ്ക്കൊപ്പം നിന്നുകൊണ്ടും ആ സിനിമയെ പറ്റി കുറ്റം പറയാനും ഒക്കെ നിൽക്കുന്നത്? ഇതേ WCCയിലുള്ള അംഗങ്ങൾ എന്തേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പ്രതികരിക്കാനായിട്ട് രംഗത്തേക്ക് വന്നില്ല? ഇപ്പോൾ ഈ സിനിമ കസബ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ വലിയ രീതിയിൽ കുരുപൊട്ടിയ ആളുകളാണ് ഇപ്പോൾ ഈ പറയുന്ന ടോക്സിക് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്. ടോക്സിക് എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്നത് മുഴുവനും വയലൻസും സെക്സും ആണെന്ന് ഞാൻ പറഞ്ഞു.
അതുതന്നെയാണ് ആ സിനിമയിൽ ഉടനീളമുള്ളത്. എന്നാൽ അതിനെപ്പറ്റി പറയാനൊന്നും ഒരു ധൈര്യം റിമ കല്ലിങ്കലിനോ അല്ലെങ്കിൽ പാർവതി തിരുവോത്തിനോ ഒന്നുമില്ല. കാരണം ഇവരെല്ലാം കൈയടിച്ച് ഒരുമിച്ചിരുന്ന് പാസ്സാക്കിയതാണ് മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞപ്പോൾ. അതിനുശേഷം ഒരൊറ്റ സിനിമയിൽ പോലും റിമ കല്ലിങ്കലിനെയും അതേപോലെ തന്നെ പാർവതി തിരുവോത്തിനെയും പിന്നെ ഗീതു മോഹൻദാസിനെ കണ്ടിട്ടില്ല. ഗീതു മോഹൻദാസ് എഴുത്തും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യങ്ങളുമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഗീതു മോഹൻദാസ് എന്തൊക്കെയോ വലിയ രീതിയിൽ മെഴുകാനായിട്ടാണ് അന്ന് അവിടെ ഇരുന്നത്. എന്നാൽ ഗീതു മോഹൻദാസിന് മമ്മൂട്ടിയെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, മമ്മൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കലാജീവിതം അവിടെ കൊണ്ട് അവസാനിക്കും എന്നുള്ളൊരു പേടി കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമെന്നുള്ളൊരു ഒരു തീരുമാനം കൊണ്ടൊക്കെ ആയിരിക്കും ഗീതു മോഹൻദാസ് നൈസായിട്ടും കളിച്ചു. എന്താ കളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീതു മോഹൻദാസ് മമ്മൂട്ടിയുടെ പേര് പറയാനായിട്ട് മുന്നിലേക്ക് നിന്നില്ല. ഗീതു മോഹൻദാസ് സൈഡിൽ ഇരുന്നുകൊണ്ട് ബാക്ക് സപ്പോർട്ടാണ് ചെയ്തത്. അതായത് പാർവതി തിരുവോത്ത് എനിക്ക് ആ സിനിമയെ പറ്റി പറയാല്ല, സിനിമയുടെ പേര് പറയാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ സേ ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയുടെ പേര് ഇങ്ങനെ പാർവതി തിരുവോത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയും അതിൽ കൂടി ഇങ്ങനെ സ്വയം ഒരു ഉൾപ്പുളകമൊക്കെ കൊണ്ടുകൊണ്ട് ഗീതു മോഹൻദാസ് കുത്തിയിരിക്കുന്നതൊക്കെയാണ് നമ്മൾ ആ വീഡിയോ കണ്ടത്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഒരു സിനിമയുടെ അതായത് കസബ എന്ന് പറയുന്ന സിനിമ അതിൻ്റെ സംവിധായകൻ പറയുന്നത് കസബ ഒരു വരവ് കൂടി വരേണ്ടി വരും. ഗീതു മോഹൻദാസിന് മറുപടിയുമായി ജോബി ജോർജ്, അതായത് ആ സിനിമയുടെ സംവിധായകനാണ്. ആ സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ പേര് സാജൻ സ്കറിയ എന്നാണ്. അപ്പോൾ അങ്ങനെ സാജൻ സ്കറിയ ആയിട്ടുള്ള ഒരു കഥാപാത്രം, അങ്ങനെ ഒരു പോലീസുകാരനാണ് മമ്മൂട്ടി. ആ മമ്മൂട്ടിയുടെ ആ ഒരു സംഭവ വികാസങ്ങളും ആ മമ്മൂട്ടി അതിൽ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയിലുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, സിനിമയായിട്ട് കാണുന്ന നമുക്ക് എല്ലാവർക്കും എന്താണ് അതിലുള്ളതെന്ന് മനസ്സിലായി, ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലായി, എന്താണ് മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത് മനസ്സിലായി, അതിൽ വിവാദമാക്കേണ്ട അത്രയും കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വരെ നമുക്ക് മനസ്സിലായി. എന്തായാലും നമുക്ക് ആ വിവാദപരമായിട്ടുള്ള കാര്യവും ഇപ്പോൾ ഈ സംവിധായകൻ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. Maharashtra. Rajan Sakriya. I know. Ouch. Well, I just came to tell you that you're not supposed to smoke around here. And how dare you forget to salute a senior ranking officer? Oh, sir. IG Chandrasekhar sir cabin wait ചെയ്യുന്നുണ്ട്. Oh, sir. ഇത് എവിടെയെങ്കിലും കൂടെ കളാം. നോക്കാം. മാഡം, pardon me for not saluting you. I'll make it up to you. And I bet you will walk wrong for a week. Poonam Pathak, Maharashtra. കണ്ടില്ലേ, മമ്മൂട്ടി അങ്ങ് തിന്ന് കളയാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് ഫെമിനാച്ചികളുടെ അല്ലെ ഫെമിനാസികളുടെ ആ ചിന്താഗതികളൊക്കെയാണ് അവിടെ ഇങ്ങനെ കൊഴിഞ്ഞങ്ങ് വീണത്. ഈ മഴക്കാലം അല്ലെ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു സമയമാകുമ്പോൾ ഈ മരങ്ങളുടെ ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോവില്ല എന്ന് പറയുന്നത് പോലെ അവിടെ അടപടലം തീർന്നു പോയൊരു വലിയൊരു ചീട്ടുകൊട്ടാരമായിരുന്നു ഇവർ പടുത്തുയർത്തിയത്. ഗീതു മോഹൻദാസും അതിൻ്റെ കൂടെ റിമ കല്ലിങ്കലും എല്ലാം കൂടി പടുത്തുയർത്ത് വലിയൊരു ചീട്ടുകൊട്ടാരമായിരുന്നു. ആ മമ്മൂട്ടിയെ തകർക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി. അത് മമ്മൂട്ടിയെ തകർക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരൊക്കെ വന്നാലും തകർക്കാൻ സാധിക്കത്തില്ല. കാരണം മമ്മൂട്ടി കഥാപാത്ര പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്. അത് ഏത് വേഷമായിക്കോട്ടെ. അത് മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ കരിയറിൽ അയാളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നൊരു കഥാപാത്രമാണെങ്കിൽ പോലും അതും ചെയ്യും. അപൂർവം ചില ആളുകളിൽ ചിലർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അത് മമ്മൂട്ടിക്ക് ചെയ്യാൻ സാധിക്കും. കാരണം മമ്മൂക്ക അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക്, വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, വ്യത്യസ്തമായിട്ടുള്ള ഒരു ദൃശ്യവിസ്മയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മനുഷ്യനാണ്. 45 വർഷങ്ങളായിട്ട് ഇത്രയും കാലമായിട്ട് നമ്മളെ ത്രസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി അന്ന് മുതൽ ഇന്ന് വരെയും ഒരേ കഥാപാത്രങ്ങളൊന്നും അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, അദ്ദേഹം ചെയ്തിട്ടുമില്ല. ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളും പ്രത്യേകതകളും ഒക്കെ ഉണ്ടായിരുന്നു. സത്യമല്ല ഞാൻ പറഞ്ഞത്? മമ്മൂട്ടി ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിനിമയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, അതുമായിട്ട് ഒരു ബോഡി ലാംഗ്വേജിൽ പോലും ഒരു സാമ്യം തോന്നാത്ത രീതിയിലാണ് അദ്ദേഹം ചെയ്തു വെക്കുന്നത്. എങ്ങനെ അത് സാധിക്കും? ഒരൊറ്റ മനുഷ്യൻ 100-ലധികം സിനിമകൾ, പോട്ടെ 100 ഞാൻ കുറച്ച് പറഞ്ഞാണ്, 10,000 ലക്ഷങ്ങൾക്കധികം സിനിമകൾ കാണും. അപ്പം 100-ലധികം സിനിമകൾ ഞാൻ എക്സാമ്പിൾ പറയാം, അല്ലെ പോട്ടെ 10 സിനിമകൾ. ഈ 10 സിനിമകളിലും 10ഉം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഓക്കെ, പക്ഷേ ഈ 10 കഥാപാത്രങ്ങളായിട്ടും അഭിനയിക്കുന്നത് നമ്മൾ തന്നെയാണ്. ആ കഥാപാത്രത്തിനൊപ്പം മാറുക എന്ന് പറയുമ്പോഴും നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ മാറ്റമെങ്കിലും ആ കഥാപാത്രത്തെ നമുക്ക് ഇങ്ങനെ നീളിച്ച് കാണാം. എന്നാൽ മമ്മൂക്കയെ വെച്ച് നോക്കുമ്പോൾ ഒന്നിലും നമുക്ക് ഒരു അന്ന് ചെയ്തതായിട്ടൊരു ബന്ധമുള്ളതായിട്ടോ അന്ന് ചെയ്യുന്ന അതേ രീതിയായിട്ട് നമുക്ക് ഒരു രീതിയിലും തോന്നത്തില്ല. സിനിമ കണ്ടാൽ നമ്മളിങ്ങനെ കുത്തിരുന്ന് കണ്ടുപോകും. കാരണം അങ്ങനെയാണ് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി, അല്ല ആ സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ എഫേർട്ട് എടുക്കുന്നത്, അല്ലെ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻസ് അദ്ദേഹം സംഭാവന ചെയ്യുന്നത്. അങ്ങനെ ഒരു മനുഷ്യനെ അങ്ങ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ കളിച്ചൊരു കളി,
ആ കളി എന്തായാലും അടപടലം മൂഞ്ചി. ഇപ്പോൾ ഗീതു മോഹൻദാസ് തുണി അഴിച്ച് ആടാൻ വേണ്ടിയിട്ട് അന്യഭാഷയിലേക്ക് പോയപ്പോൾ അവിടെ ഒന്നും മിണ്ടാനില്ലാതെ പാർവതി തിരുവോത്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിക്കുന്നതാണ്. റിമ കല്ലിങ്കലും കൂടിരുന്ന് ചിരിച്ച ആളാണ്. റിമ കല്ലിങ്കലും ഒന്നും പറഞ്ഞില്ല, പക്ഷേ മണ്ടിയുള്ള പാർവതി തിരുവോത്ത് തുറന്നു പറഞ്ഞു. അതുകൊണ്ട് പണി കിട്ടി. ഇപ്പോൾ സിനിമയും ഇല്ല, ഒന്നുമില്ല, അടപടലം മൂഞ്ചി വീട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഗീതു മോഹൻദാസും റിമ കല്ലിങ്കലും പറയുകയാണ് ഞങ്ങൾ ചില്ലടിക്കുകയാണ്, ഇത് പെൺകുട്ടികളെ പറ്റി കുറ്റം പറയുന്നവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളിവിടെ ചില്ലടിച്ച് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോൾ ആര് തേഞ്ഞു? ശരിക്കും തേഞ്ഞത് പാർവതി തിരുവോത്താണ്. എന്തായാലും ഇതിനൊരു മറുപടിയുമായിട്ടായിരിക്കും ഇനി കസബ 2ാം ഭാഗം അല്ലെ കസബ ഇനി വീണ്ടും റിലീസ് വരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഗീതു മോഹൻദാസെ, പാർവതി തിരുവോത്തെ, മക്കളെ നിങ്ങളുടെയൊക്കെ അടപടല നിങ്ങളെയൊക്കെ വലിച്ചു കീറി ഒട്ടിക്കും ജനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. വീണ്ടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഒറ്റ കാര്യം വീണ്ടും പറയുകയാണ്. മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യനിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. അത് ഏത് പെണ്ണ് വന്നാലും ഏതാണ് വന്നാലും ഏതവൻ വന്നാലും അതിൻ്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും നന്ദഗോപാൽ മാരാരുടെ രോമത്തിൽ തൊടാൻ സാധിക്കത്തില്ല. മമ്മൂക്ക പറഞ്ഞതുപോലെ മമ്മൂക്കയുടെ രോമത്തിൽ തൊടാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.